പേര് അബിയാസ് എൻമൻ. എൻ്റെ ചാനലിൻ്റെ പേര് കിടിലൻ അപ്പൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഒരേ ദിവസം വിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കും. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ പരിസ്ഥിതി ഉദ്യാനമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജടായുപ്പാറ. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻപുറത്തെ പാറക്കെട്ടുകൾ അതേപടി നിലനിർത്തി ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ ഒരു തീം പാർക്ക്. തിരുവനന്തപുരം ജില്ല അതിർത്തി പങ്കിടുന്ന ചടയമംഗലത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ പടുകൂറ്റൻ പാറക്കടുത്ത് എത്താൻ കഴിയും. അടിയിൽ നിന്നും മുകളിൽ എത്താൻ കേബിൾ കാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതും ആവശ്യമില്ലാത്തവർക്ക് 800-ൽ അധികം കൽപ്പടവുകൾ താണ്ടി മുകളിലേക്ക് പോകാം. കുറച്ച് ആയാസപ്പെട്ടാലും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള മലകയറ്റം ആരോഗ്യമുള്ളവരെ ഏറെ ത്രസിപ്പിക്കും. രാമായണത്തിൽ ജടായു രാവണയുദ്ധം നടന്ന സ്ഥലമാണിതെന്ന് ഐതിഹ്യം. സീതയെ രാവണൻ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സീതയുടെ വിലാപം കേട്ട് ജടായു തടയാൻ ശ്രമിക്കുന്നു. തുടർന്ന് ജടായും രാവണനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒടുവിൽ രാവണന്റെ വെട്ടേറ്റ് ജടായു വീഴുന്നു. വെട്ടേറ്റ് ചിറകു കൊഴിഞ്ഞ വേദനയോടെ ഈ പാറക്ക് മുകളിൽ വീണുകിടക്കുന്ന ജടായുവിൻ്റെ പ്രതിമയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്ര നിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിലുള്ള ലോകോത്തര നിലവാരത്തിൽ 65 ഏക്കറിൽ സാഹസിക വിനോദവും പാറക്കെട്ടുകളുടെ സൗഭാഗ്യതയും മനോഹാരിതയും സംയോജിപ്പിച്ചൊരുക്കിയിരിക്കുന്ന ഈ തീം പാർക്ക് വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരിക്കും. ജടായു മംഗലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പണ്ട്. പിന്നെ ചടയൻ എന്ന രാജാവ് ഇവിടെ ഭരിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചടയമംഗലമാണ്. ജടായു സീതാദേവിയും കൊണ്ട് രാവണൻ പോകുമ്പോൾ എല്ലാ സമയത്തും വെള്ളമുണ്ട്. മെയ് മാസം, ജൂൺ മാസം എല്ലാ മാസത്തിലും ഉണ്ട്. അത് നമ്മൾ പമ്പ് ചെയ്ത് വെള്ളിക്ക് കളഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് വെള്ളം നിറയും. ഈ ഇത്രയും വലിയ പാറയുടെ മുകളിലായിട്ട് അതേപോലെ തന്നെ ശ്രീരാമൻ ഒരു കാലിൽ നിന്ന് മോക്ഷം കൊടുത്തു ജടായുവിന്, വിരാട് രൂപ വിഷ്ണു രൂപിൽ. ആ വിഷ്ണു രൂപത്തിൽ വന്ന് ഒരു കാലിൻ്റെ പാദത്തിൻ്റെ ഇതവിടെ 15 പാറയിൽ, അതെവിടെയാണ്? അത് മുകളിൽ ഈ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടിയിട്ടാണിത്. ശ്രീരാമപാദം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത സ്ഥലമാണ് ഇത് എന്നാണ് ജടായുവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ ഇതുപോലെ ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. നാളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം. അതുവരെ